ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോ ഒരു മട്ടൻ കറിയുടെ വീഡിയോ ആണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒത്തിരി പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല കമൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം എന്തായാലും നിങ്ങളൊന്ന് കണ്ട് നോക്കുക. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി കൊഞ്ച് അഥവാ വലിയ ചെമ്മീൻ വെച്ചിട്ടുള്ള റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അത് നമ്മൾ ഒരു പ്രത്യേക രീതിയിലാണ് അത് ക്ലീൻ ചെയ്തൊക്കെ എടുക്കുന്നത്. തലയുടെ ഭാഗവും വല്ല ഭാഗവും കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. കുറേ പേർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ അതുപോലെ ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് ഈ സൈസിലുള്ള 15 കൊഞ്ചാണ്. ഞാനിത് ക്ലീൻ ചെയ്തെടുക്കുന്ന വിധം ആദ്യം ചെമ്മീൻ്റെ പുറത്തെ തൊലിയെല്ലാം ഒന്ന് പൊളിച്ചു മാറ്റണം. നമ്മളിത് തലയുടെയും വാലിൻ്റെയും കുറച്ച് ഭാഗം നിർത്തിയിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. തൊലി പൊളിച്ച് കളയുന്ന സമയത്ത് വാലിൻ്റെ അറ്റത്തെ ഭാഗം കുറച്ച് കളയില്ല, ആ പോർഷൻ അവിടെ നിർത്തും. വാലിൻ്റെ ഈ കൂർത്ത് നിൽക്കുന്ന പോർഷനും സിസർ കൊണ്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ചെമ്മീൻ്റെ തലയുടെ അടിയിലുള്ള ഈ ഭാഗമെല്ലാം സിസർ കൊണ്ട് കട്ട് ചെയ്ത് കളയണം. അത് കഴിഞ്ഞ് തലയുടെ പകുതി ഭാഗവും കൂർത്ത് നിൽക്കുന്ന മുള്ളും എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. കൊഞ്ച് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ്. ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ് ഇതിന്. ഇനി കൊഞ്ചിൻ്റെ പുറത്ത് കത്തി കൊണ്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിലെ വെയിൻ അഥവാ നരമ്പ് കൈകൊണ്ട് വലിച്ച് പുറത്തേക്ക് എടുത്ത് കളയുക. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ബാക്കിയുള്ള കൊഞ്ചും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്തെടുത്ത കൊഞ്ച് നല്ലതുപോലെ കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. വലിയ കൊഞ്ചായതുകൊണ്ട് മസാല എല്ലാം ഒന്ന് നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. കൊഞ്ചിൽ പുരട്ടാനുള്ള മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പൊടികളെല്ലാം കൂടി സ്പൂൺ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പൊടിയിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത മസാല ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെമ്മീൻ്റെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. മസാല കൊഞ്ചിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മസാല എല്ലാം നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി അരമണിക്കൂർ ഒന്ന് മൂടി മാറ്റി വെക്കാം. കൊഞ്ച് റോസ്റ്റിനായിട്ട് ഇനി വേണ്ടത് തേങ്ങ കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തത്. ഇനി വേണ്ടത് 6 ചെറിയ ഉള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി. ഇതൊന്ന് ചതച്ചെടുക്കാനുള്ളതാണ്. 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 1 വലിയ തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 4 പച്ചമുളക് നീളത്തിൽ കീറിയത്. കൊഞ്ച് മസാല പുരട്ടി വെച്ചിട്ട് 30 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാം. പാൻ ചൂടായിരുമ്പോൾ പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായപ്പോൾ ഇതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന കൊഞ്ച് ഓരോന്നായിട്ട് പെറുക്കിയിട്ട് കൊടുക്കാം. ഞാനിവിടെ കൊഞ്ച് 2 പ്രാവശ്യമായിട്ടാണ് വറുത്തെടുത്തിരിക്കുന്നത്. കൊഞ്ചെണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ കൊഞ്ചിൽ പുരട്ടിയിരിക്കുന്ന മസാല എല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും കൊഞ്ച് പാകത്തിന് കുക്കായിട്ടും കിട്ടില്ല. 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കൊഞ്ചൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കൊഞ്ച് തിരിച്ചു മറിച്ചുമിട്ട് ഒരു 6 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കൂടുതൽ ഓവറായിട്ട് ഫ്രൈ ആയി പോകരുത്. ഓവറായിട്ട് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ കൊഞ്ച് ഭയങ്കര ഹാർഡായി പോകും. ഇപ്പോൾ കൊഞ്ചിൻ്റെ 2 സൈഡ് മൂത്ത് ചെറിയൊരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള കൊഞ്ച് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു കടായി ചൂടാക്കാം. കടായി ചൂടായിരുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിരുമ്പോൾ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഇവയുടെ പച്ചമണമെല്ലാം ഒന്ന് മാറി വരുന്നവരെ വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കണം.
സവാള എല്ലാം ഒന്ന് സോഫ്റ്റായി കളർ മാറി വരുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാ പീസസും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കണം. സവാള എല്ലാം മൂത്തൊരു ചെറിയ ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റി കൊടുക്കാം. സവാള എല്ലാം മൂത്ത് ചെറിയൊരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ വഴറ്റി കൊടുക്കണം. പൊടികളുടെ പച്ചമണമെല്ലാം മാറി വരുന്നവരെ നല്ലപോലെ വഴറ്റി കൊടുക്കാം. കൊഞ്ച് വറുത്തെടുത്തപ്പോൾ ബാക്കി വന്ന ഓയിലും അതിൻ്റെ മസാലയുമാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ മസാലയിലെ മൂത്ത് നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. തക്കാളിയെല്ലാം ഉടഞ്ഞു വരുന്നവർ വഴറ്റി കൊടുക്കാം. തക്കാളി ഒന്ന് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടി പാനൊന്ന് മൂടി വെച്ചൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് കുക്ക് ചെയ്യാം. 3 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം പാൻ്റെ മൂടി മാറ്റി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയെല്ലാം നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 കപ്പ് വെള്ളം വരെ ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഗ്രേവിയിലേക്ക് പാകത്തിലുള്ള ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ച് മസാലയെല്ലാം ഒന്ന് കുറുകി വരുമ്പോൾ വേണം ഇതിലേക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കാനായിട്ട്. മസാലയെല്ലാം ഒന്ന് പാകത്തിന് കുറുകി വരാൻ വേണ്ടിയിട്ട് കടായി ഒന്ന് മൂടി വെച്ച് 2-3 മിനിറ്റ് കുക്ക് ചെയ്യാം. കൊഞ്ച് റോസ്റ്റിനുള്ള മസാലയെല്ലാം കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടെ ചേർത്ത് കൊടുക്കാം. കൊഞ്ച് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൊഞ്ച് ചേർത്ത് കഴിഞ്ഞ് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഗ്രേവി എല്ലാം കുറുകി കൊഞ്ചിൽ നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടണം. അതിനായിട്ട് പാനൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം കൂടി കുക്ക് ചെയ്യാം. നല്ല വലിയ കൊഞ്ചായതുകൊണ്ട് ഒരു 8 തൊട്ട് ഒരു 10 മിനിറ്റ് വരെ കുക്ക് ചെയ്യേണ്ടി വരും. കുറച്ച് സമയം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഗ്രേവി കുറുകി കൊഞ്ചിൽ നല്ലപോലെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില തൂക്കി കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പെല്ലാം പാകത്തിന് ചേർത്ത് കൊടുക്കണം. അവസാനം ഇതിൻ്റെ മുകളിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി വിതറി കൊടുക്കാം. ഗരം മസാലപ്പൊടിയെല്ലാം ചേർത്ത് കഴിഞ്ഞ് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റിയുമായ കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്